ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോർത്ത് അമേരിക്കയിലും കാനഡയിലുമുള്ള ദൈവമക്കളുടെ ആത്മീയമായ വളർച്ചയ്ക്കും ഒത്തുചേർന്നുമായിട്ട് PC നാക്കുന്നുള്ള പ്രസ്ഥാന വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം 2015 ബില്ലി ഗ്രഹാമിൻ്റെ നാടായ നോർത്ത് കരോലൈനയിൽ വെച്ച് ആ മീറ്റിംഗ് നടക്കുന്നതായിരിക്കും. ജൂലൈ 2, 3, 4, 5 തീയതികളിലായിരിക്കും. നമ്മുടെ ഈ സോങ് ബുക്കിൻ്റെ 58 പേജ് നമ്പറിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഈ മീറ്റിങ്ങിന് സംബന്ധിക്കാൻ ഒക്കുമെന്ന്. കാരണം ദൈവദാസൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. നിങ്ങളൊക്കെ ഇവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മറവിൽ നിൽപ്പുണ്ടായിരുന്നു. കർത്താവിൻ്റെ വരവ് അതുപോലെ എടുത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വീട് കിട്ടുന്ന ഒരു ചാൻസാണ്. എനിക്ക് 3 മിനിറ്റ് മാത്രമേ ഇവിടെ അനുവദിച്ചിട്ടുള്ളൂ. കൂടുതലൊന്നും പറയാൻ എനിക്ക് സമയമില്ല. ഇത് നമ്മുടെ ഒരു ആവശ്യമായി കരുതി ആര് നടത്തുന്നു എവിടെ നടത്തുന്നു എന്നുള്ളതല്ല. ജീവിതത്തിൽ കർത്താവ് വരുന്നതിന് മുമ്പ് ഒന്നുകൂടി അവൻ്റെ മാർഗോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ആരും അത് നിസ്സാരമായിട്ട് എത്ര രൂപ ചെലവ് വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രായമായി കഴിയുമ്പോൾ നമുക്കൊക്കെ ഉറങ്ങാനൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, 5 വയസ്സിന് താഴെ മേലെ ഉള്ള എല്ലാ പേരൻസും അതിനകത്ത് വന്ന് സംബന്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ തൂണിടുമ്പോൾ ഈ സിമെന്റ് ഉറപ്പിക്കുന്ന പോലെ അത് അവർക്ക് ഒരു അടിയുറപ്പായിരിക്കും. അതിൽ വളരണം. 20 വയസ്സിൽ നിങ്ങൾ പൈസ മുടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നടക്കുന്ന മീറ്റിംഗ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എവിടെ ദൈവവചനം കേൾക്കുന്നു, ആരും നടത്തുന്നു, ആരും പ്രസംഗിക്കുന്നു അല്ല. കർത്താവ് ദൈവദാസൻ അല്ല ഇവിടെ പ്രസംഗിച്ചത്. ദൈവം നേരിട്ട് നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇനി നിങ്ങൾക്ക് കാത്തിരിക്കുകയില്ല. ദൈവം വാതിക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ മുട്ടി ശബ്ദം കേട്ടാൽ അവൻ എന്നോടല്ല, ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. അത്താഴം എന്ന് പറയുന്നത് ലാസ്റ്റ് ഭക്ഷണം. അത് കഴിഞ്ഞാൽ പിന്നെ വിശ്രമമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുക്കിക്കൊള്ളുക. എല്ലാവരും ആ മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കാൻ. ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് ഞാൻ അതിൻ്റെ ആദ്യത്തെ കമ്മിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് അതിൽ സംബന്ധിക്കാൻ അവരെനിക്കൊരു എക്സ്ക്യൂസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു ആവശ്യമായിട്ട് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വ്യക്തിപരമായ ആത്മീയ വളർച്ചയ്ക്കും ദൈവദാസൻ പറഞ്ഞ പോലെ നമ്മൾ അക്കരെ ചെന്നില്ലെങ്കിൽ ഓടി അധ്വാനിച്ചത് എല്ലാം വൃത. നിങ്ങൾ എല്ലാവരെയും വരുവാൻ ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.